ഒന്ന് കട വരെ പോയിട്ട് വരാം. ഉച്ചക്കലേക്ക് കറി വെക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കണം. ഇന്ന് ഏകദേശം എഴുന്നേൽക്കുമ്പോൾ തന്നെ നേരം വൈകി. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. ഇപ്പം ഇന്നലെ കറി വെച്ചതിൽ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. മീൻ പൊരിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നാടൻ മീനുകളൊന്നുമില്ല. പിന്നെ ഫ്രഷ് മീൻ എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് മേടിക്കും. ചിലപ്പോൾ ഒമാനിയിൽ നിന്ന് മത്തി ഉണ്ടാവും, പിന്നെ അയില. ഒമാനിയിൽ നിന്ന് കുറച്ചൊരു ഫ്രഷുള്ള മീനുകളാണ് വരാറ്. ഇപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ അത്രയും ഫ്രഷ് ആയിരിക്കില്ല. അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അവിടുന്ന് അയില വാങ്ങിക്കൊണ്ട് വന്നു. അത്യാവശ്യം കണ്ടിട്ട് ഫ്രഷാണെന്ന് തോന്നുന്നു. എന്തായാലും ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ച് നോക്കാം. അതിനായിട്ട് മസാല ഉണ്ടാക്കാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ലെമൺ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും, പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് മസാല പരട്ടി കൊടുക്കാം. ആ ലെമണൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. മീൻ വറുത്ത് കഴിക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചെറിയ പുളിയും പിന്നെ അതുപോലെ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഫ്രഷ് ആണെങ്കിൽ എങ്ങനെ മസാല ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. ഫ്രഷ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്തായാലും ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലായിരിക്കും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മീൻ ഓരോന്നായി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അധികം വെളിച്ചെണ്ണ കുറച്ച് മതി. പിന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. എങ്കിലും ഓയിൽ കുറച്ച് കുറവ് മതിയല്ലോ. അപ്പോൾ അത് ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് സംഭവം നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. നല്ലപോലെ വെന്ത് കിട്ടും. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ചൂടോടെ തന്നെ വിളമ്പാട്ടോ. പിന്നെ ഒന്ന് കറിയായിട്ട് എരിശ്ശേരിയാണ്. ഇത് ഇന്നലെ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഫുഡ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. കറി ഇന്നലെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ആ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ പോവാണ്. എരിശ്ശേരി എന്ന് പറഞ്ഞാൽ ചെറുപയറോ കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഉണക്കപ്പയറല്ല. ഒരു സ്പെഷ്യൽ കറിയാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇന്നത്തേക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. എന്നാലും കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ആ കറി മാത്രമായിട്ട് ചോറിൽ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ചെറുപയർ കൊണ്ട് ആദ്യമായിട്ടാവും എരിശ്ശേരി ഉണ്ടാക്കി കാണുന്നതല്ലേ. സംഭവം നമ്മളിവിടെ വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കലാണ്. പിന്നെ മീൻ വറുത്ത് കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. നല്ല ചൂടാണ്. ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ആ മീനെടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ആ കറിയും കൂട്ടിയിട്ട് ചോറും നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മീൻ വറുത്തതും പച്ചക്കറിയൊക്കെ അടിപൊളിയല്ലേ കഴിക്കാനായിട്ട്. സംഭവം മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷാണ്. സാധാരണ അയിലൊക്കെ ഒന്നും ഇവിടെ അധികം ഫ്രഷ് കിട്ടാറില്ല. ഇപ്പോൾ ഇത് നല്ല കണ്ടപ്പോൾ വാങ്ങിയതാണ്. സംഭവം വിചാരിച്ച പോലെ തന്നെ നല്ല ഫ്രഷാണ്. നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട്. കുറേ നാളായിട്ടുണ്ട് ഇങ്ങനെ അയില ഇവിടെ നല്ല കഴിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ടേസ്റ്റ് ഒന്നും ഇവിടുത്തെ മീനിന് കിട്ടാറില്ല. പിന്നെ ഇവിടുത്തെ മീനായിട്ട് മേടിക്കണം. അതായത് ശേരി അങ്ങനത്തെ മീനൊക്കെ ഇവിടെ കിട്ടുന്ന ലോക്കൽ മീനുണ്ടല്ലോ. ഇപ്പോൾ സംഭവം പൊളിയായിട്ടുണ്ട്. മസാല ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ഊണ് അടിപൊളിയായിരുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.